ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതേ നമ്മളൊരു ട്രിപ്പാണ് കേട്ടോ പോണേ മൂന്നാർക്ക്. അപ്പോൾ ആലുവൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇവിടെ എത്താറായിട്ടോ. നമ്മൾ വെളുപ്പിന് ഇറങ്ങിയതാണ്. ഇവിടെ മൃഗങ്ങളൊക്കെ ആനിമൽസൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. അതുകൊണ്ട് താഴേന്ന് കയറി വരികയാണ് കേട്ടോ. നമ്മൾ ഏകദേശം താമസിക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി പോലാത്തതുകൊണ്ട് നടക്കാനുണ്ട് കുറച്ച്. ഗായ്സ്, അപ്പോൾ നമ്മളിത് ഇവിടെ ടൂർ വന്നേക്കാണ്, ട്രിപ്പ് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഈ അഭിമന്യു, നമ്മുടെ എറണാകുളം ജില്ലയിൽ കോളേജിൽ പഠിച്ചത് അഭിമന്യുവിൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ളൊരു കയറ്റാട്ടോ അത്. ഇത് കയറിയതിൻ്റെ ഹാങ് ഓവറിലിരിക്കുകയാണ്. അതുപോലെ ഇതേ കുറേ പേര് അവിടെ ഉണ്ട്, കുറേ പേര് കയറി വരാനുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കാടൊക്കെ കേട്ടോ. ഇതാണ് നമ്മുടെ ബേട്ടാസ്, കുറേ പേരുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറസ്റ്റ്. അപ്പം നമ്മൾ വിചാരിക്കും പോലെ അല്ല, ഭയങ്കര കുത്തനുള്ള കയറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാർക്ക് കഴിഞ്ഞു. വട്ടവട എന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മുടെ അഭിമന്യുവിൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ദേ ഇവർ കുറേ പേരൊക്കെ വന്നു. അപ്പോൾ ഇവരൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഫാമിലിയും ഫുള്ളുണ്ട്. ഇത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ. ഇത് വേറെ ചേച്ചിയാട്ടോ, ചേച്ചി. ഇത് ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര കാടാണ് കേട്ടോ, നമുക്ക് ശ്വാസമൊക്കെ മുട്ടുണ്ട്. ഇത് ചേച്ചിയാട്ടോ, എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോളാണ് എൻ്റെ ചേച്ചി കേട്ടോ. പക്ഷെ ഇവരുടെയൊക്കെ മക്കൾ എന്ന് പറയുന്നത് എന്നെയൊക്കെ ഭയങ്കര വലുതാണ്. എന്നെയൊക്കെ ഒരു വയസ്സിലായതുള്ളൂ. അപ്പോൾ ഇവരൊക്കെയാണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. അപ്പം നമ്മൾ വിചാരിക്കും പോലെ അല്ലാട്ട് ഇവിടെ ഒരു വലിയൊരു കയറ്റമൊക്കെ ആയിരുന്നു. ശ്വാസം മുട്ടി സത്യം പറഞ്ഞ. പിന്നെ വഴി കാണണം. ശരിക്കും ഇതൊരു കാടാണ് കേട്ടോ ഗൈസ്. ഞാൻ പകുതി വിശേഷങ്ങളൊക്കെ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നടന്ന് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ രാവിലെ വെളുപ്പിന് ഇറങ്ങിയതാണ്. 5:30 കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇതുവരെ എത്തിയില്ല. എൻ്റെ മാമനാണ് കേട്ടോ, വിനുമാമനാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പയ്യെ നടക്കുന്നുണ്ട്. നമ്മൾ നടന്നിട്ട് നമുക്ക് വയ്യാണ്ടായി. ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന റോഡ്. റോഡ് ഇതാണ് കേട്ടോ ഗൈസ്. ഇതെന്റെ ചേട്ടനുണ്ണിയാണ്. എല്ലാവരും ഹായ് പറഞ്ഞേ. അപ്പൊ ഇത് നമ്മുടെ ചേച്ചിമാരൊക്കെ അതേ താഴെ പയ്യെ കയറി വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ വഴി. ഇത് ശരിക്കും ഭീകരമായൊരു അന്തരീക്ഷമാണ് കേട്ടോ. ചേട്ടനുണ്ണിയുടെ പാട്ടാണ്. ഭയങ്കര കയറ്റമൊക്കെ ഭയങ്കരമാണ് കേട്ടോ. നമുക്ക് ആദ്യം ഒരു കയറ്റം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിയിട്ട് അഭിമന്യുവിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കയറിയെന്ന്. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കയറ്റമായിരുന്നു. നമുക്ക് കയറാനേ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഇത് ഇനി നമ്മൾ പോയി എത്തിപ്പോകുന്ന സ്ഥലമാണ്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ആ നടക്കാനാണ് നമ്മൾ നടക്കണേ. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ശ്വാസം മുട്ടുന്നുണ്ട് നടന്നതിൻ്റെയൊക്കെയാണേ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളിതേ ഇവിടെ എത്തി. നമ്മൾ ഇവിടെ ടെൻറ്റിലാണ് കേട്ടോ. 5 ടെൻറ്റാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേ നടന്ന്, ഹൈ റേഞ്ചാണേ. അപ്പോൾ കുറേ പേരൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും കുറേ വീഡിയോ. ഇത് നമ്മുടെ ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്കൊരു പ്രൈവസി ഉള്ളൊരു പ്ലേസാണ് അവർ ഒരുക്കി തന്നത്. ഇവിടുത്തെ ചേട്ടനും നമ്മൾ കോണ്ടാക്ട് ചെയ്ത ആൾക്കാർ, ആ നീല ഷർട്ടിട്ട ചേട്ടനാണ്. ആ ചേട്ടനൊക്കെ നല്ല ചേട്ടനാണ്. ആ ചേട്ടൻ അവരുടെ വീടാണ് ആ താഴെ കാണുന്നത്. നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ വീഡിയോ. സെറ്റിൽഡ് ആയിട്ടാണ്. ഇത് നമ്മുടെ മലമോളാണ്. ഇത് ആന്റിയാണ്. ഇതാണ് എനിക്ക് സത്യത്തിൽ ഇവിടുത്തെ സ്ഥലം അറിയില്ല. ഇതെനിക്കറിയാം. ഇത് ഞാൻ ബീൻസ് അത് കണ്ടുപിടിച്ചാണ് ഗൈസ്. 40 ദിവസം നമ്മുടെ ബാക്കി പടകളെല്ലാവരും വരുന്നുണ്ട്. ഇത് ബീൻസിന്റെ കൃഷിയാണ്. ഇത് നന്നായിട്ട് നനച്ചൊക്കിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ബീൻസ് കൃഷി. പിന്നെ അതാണ് ബാത്റൂമിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അധികം തണുപ്പൊന്നുമില്ല. രാത്രിയാണ് ഇച്ചിരി കൂടെ തണുപ്പ് വരുന്നത്. എന്നാലും നോർമലി ഉള്ള തണുപ്പൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ടിലുള്ളൊരു മൺവീടാണ് കേട്ടോ. അവിടെ വേറെ കുട്ടികൾ താമസിക്കാൻ വരുന്നിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് വന്നിട്ട് അവർ താമസിക്കുന്നതാണ്. അവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലങ്ങളാണ്.
പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അവർ ഓരോന്ന് നട്ട് വെച്ചിട്ട് പറിച്ചതാണ്. പിന്നെ ഇത് ആ കാണുന്നത് റോസാപ്പൂവാണ് കേട്ടോ. നല്ല രസമുള്ള റോസാപ്പൂവാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ പാറയുടെ മുകളിൽ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അത്ര ക്ലിയർ അല്ലാത്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവിടെ കുറേ വീടൊക്കെ. ഏറ്റവും താഴത്തുനിന്നാണ് നമ്മൾ ഈ ഹൈ റേഞ്ചിലായിട്ട് കയറി വന്നിരിക്കുന്നത്. ഈ വില്ലേജിനെ പറയുന്ന വട്ടവട എന്നാണ് കേട്ടോ. നമ്മുടെ അഭിമന്യുവിൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള ഹിൽ ടോപ്പാണേ. അപ്പം കുറേ വീടുകളുണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് റോഡൊന്നും അത്ര നല്ലതല്ല, എങ്കിലും നമ്മൾ നമ്മുടെ വണ്ടി കയറി പോന്നു. പിന്നെ ആ കാണുന്ന ചേട്ടൻ്റെ വീടാണ് കേട്ടോ അത് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് തന്നത്. ആ ചേട്ടനാണ്. നല്ല സെറ്റപ്പായിട്ട് നമുക്കൊരു പ്രൈവസി ഉള്ള രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് തന്നെ കേട്ടോ സ്ഥലങ്ങളൊക്കെ.